ഇതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ചെറുപ്പത്തിൽ നമ്മൾ മുത്തശ്ശി കഥകൾ കുറേ കേട്ട് വളർന്നിട്ടുള്ള ഇപ്പോൾ ചിലപ്പോൾ മേ ബി ഐ ഡോണ്ട് നോ ഇപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാനൊക്കെ ആക്ച്വലി കേട്ടിട്ടൊക്കെ ഉണ്ട് കുറേ. എൻ്റെ അമ്മ എനിക്ക് ഫുഡ് തരുന്ന സമയത്ത് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഉമ്മർത്ത് ഇരുന്നിട്ടാണ് നമുക്ക് ഫുഡ് തരിക. അപ്പോൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ കുറേ പാടവും മലയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പറയും ആ മലയുടെ മേലെ നിന്ന് ഒരു സിംഹം എപ്പോൾ ചാടി വരും വേഗം കഴിച്ചെന്ന് പറയും. അങ്ങനെ ലിറ്ററലി ഞാനിത് എല്ലാവരോടും പറയും. ഞാൻ ആ സമയത്ത് ഞാനൊരു സിംഹത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോഴത് ഓർമ്മയുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് എൻ്റെ ഇമാജിനേഷൻ ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ഞാനതവിടെ കണ്ടു എന്നാണ് എൻ്റെ ഒരു മനസ്സിൽ അപ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ എന്നിട്ട് അമ്മയുടെ പിന്നീട് എനിക്ക് പേടിയാവും. അയ്യോ അത് വരുമോ എന്ന് വെച്ചാൽ ഞാൻ വേഗം കഴിക്കും. അപ്പം ഇങ്ങനത്തെ പിന്നെ ഈ കുറേ അമ്മമാർ ഈ നാട്ടിൻ പ്രദേശങ്ങൾ കണ്ട് ഈ തെയ്യത്തിനൊക്കെ കാണിച്ച് പേടിപ്പിക്കുന്ന ഉണ്ട്. ഈ തെയ്യം വന്ന് അതിങ്ങനെ ഭയങ്കര പേടിയാണ്. അങ്ങനെ കുറേ ഫോബിയ വന്നിട്ടുള്ള പിള്ളേരെ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കഥകൾ പറഞ്ഞ് എന്നിട്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് വരുന്നത്? കുട്ടികൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഇരുട്ടിനെ പേടി വരും. പിന്നെ ഇതുപോലെയുള്ള ആക്ഷൻസും ആക്റ്റൊക്കെ കാണിക്കുന്ന ആൾക്കാരെ പേടി വരും. ഒബ്വിയസ് ആണ്. അത് പിന്നീട് ഒരു ആൻസൈറ്റി ലെവലിലോട്ടൊക്കെ പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാൽനറിഷ്ഡ് ആണ്. അത് ഏത് ലോകത്തിലേക്ക് പോകുന്നു കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം ഉണ്ടാവും. വൈ ഡോണ്ട് യു പ്രിഫർ സെയിങ് സം ഇമാജിനറി സ്റ്റോറീസ് ലൈക്ക് നക്ഷത്രങ്ങളെ കണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആണ്, അവിടെ ചിലപ്പോൾ നമ്മളെ പോലത്തെ മനുഷ്യരുണ്ടാവും, അവിടെ ഒരു പ്ലാനറ്റ് ഉണ്ടാവും. മീൻ ഐ ഡു ദാറ്റ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞേ. പക്ഷെ വേറെയും പറയാമല്ലോ. നമുക്കിങ്ങനെ ഇപ്പം ഒരു കിളിയെ കണ്ടാൽ നമുക്ക് പറയാം ആ കിളി ഇപ്പം എന്തായിരിക്കും ആലോചിക്കുക. വാട്ട് ഐ ട്രൈ ടു ഡു ഇസ് ടു ഡെവലപ്പ് ദെയർ ഇമാജിനേഷൻ. നമുക്ക് അങ്ങനെ ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. അപ്പം എനിക്കറിയാവുന്ന കഥകളാണ് ഞാൻ പറയുക. പക്ഷെ വേറൊരാൾക്ക് അതിനേക്കാളും ക്രിയേറ്റീവായിട്ട് ചിലപ്പോൾ പറയാൻ പറ്റും. അപ്പം മൂണിൽ ചെല്ലുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഊഞ്ഞാലുണ്ടാവുമോ. ദീസ് ആർ ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ് വെച്ച് എനിക്ക് പ്രത്യേകിച്ച് ഇൻറ്റൻഷൻ ഒന്നുമില്ല. ആ കുട്ടി ചോറിനണമെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഞാൻ എൻ്റെ കുട്ടിയായിട്ട് കഥ പറയുകയാണ് എന്ന് പറയണ ആ ടാസ്കേ എനിക്ക് അവിടെ ഉള്ളൂ. ഐ ഡോണ്ട് ഹാവ് എനി അതർ ടാസ്ക് ഇൻ ബിറ്റ്വീൻ. ഞാൻ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് ചോറിനെ കുറിച്ച് തന്നെ സംസാരിച്ചിട്ടാണ്. ഇത് ചോറ്, ഇത് തൈര്, ഇത് കറി, ഇത് പ്രോട്ടീനാണ്, അത് കാർബാണ്, ഇങ്ങനെയൊക്കെ മാക്സിമം പറയുമായിരിക്കും. ഞങ്ങൾ കഥ പറയുന്നത് ഉറങ്ങുന്നതിന് മുമ്പാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ അമ്മ കഥയുണ്ടോ? അപ്പോൾ ഇപ്പോൾ ശരിക്കും എൻ്റെ കഥ തീർന്നു. അതുകൊണ്ട് ഞാൻ മൊബൈലിൽ നിന്ന് വായിച്ചു വയ്ക്കും ബെഡ് ടൈം സ്റ്റോറീസ്. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഇമാജിനേഷനും കൂടെ മിക്സ് ചെയ്യും. പിന്നെ പാട്ട് പാടും അതിൻ്റെ ഇടയിൽ. അങ്ങനെ പാട്ടും കഥയും. അപ്പോൾ ഇത് ആ സമയത്തിൻ്റെ ഉദ്ദേശം ഈ ആളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യുക, ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അത് ആ കഥ. അപ്പം എന്നിട്ട് ഞാൻ പറയും ഈ കഥയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഐ ജസ്റ്റ് വോണ്ട് ടു ചെക്ക് ഇയാൾക്ക് ഇമാജിനേഷൻ വർക്കായി. അപ്പോൾ ആൾ അതിൽ കൂടുതൽ അവർ ഡൈനോസർ വന്നാൽ എങ്ങനെ ഉണ്ടാവും മൂണിൽ. അവൻ അത് കൊള്ളാം. വി ടേക്ക് ഇറ്റ് ഫോർവേഡ് ഫ്രം ദെയർ. അപ്പോൾ കഥ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ അഡൾട്ട്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നിങ്ങളുടെ കഥ പറയുന്നതിൻ്റെ ഉദ്ദേശം കഥ പറയുക എന്നുള്ളത് മാത്രമായിരിക്കണം. അപ്പം ഓക്കെ, ഇൻറ്റൻഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് എൻ്റെ കുട്ടിയുടെ ഇമാജിനേഷൻ ഒന്ന് വളർത്തിയാൽ കൊള്ളാമെന്നൊക്കെ ഏതൊരു അമ്മയെ പോലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ അതായിരിക്കില്ല നാളെ അവരാകാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ആ സമയം സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് നാളെ സന്തോഷം തോന്നണം. ഞാൻ ഇങ്ങനത്തെ കഥകൾ പറഞ്ഞിരുന്നുണ്ട്. എവ്രിവെയർ ആയി ടെലിം ഞങ്ങൾ സ്ഥിരം പാടുന്ന പാട്ടാണ് അമ്പോറ്റിയെ നീ കണ്ടുകൊണ്ടുറങ്ങുമ്പോൾ. അതുപോലെ അങ്ങനെ പറയാം. അപ്പോൾ എവിടെ ചെന്നാലും അമ്മ അവിടെ കാത്തൊരു അമ്മ ഇരിപ്പുണ്ട്. ഓൾവേസ് ലൈക്ക് മൂണിലെത്തുമ്പോഴും അവിടെ അമ്മയുണ്ടാവും. അപ്പൊ നൗ മൈ ചൈൽഡ് സേസ് എല്ലായിടത്തും അങ്ങനെ ഇരിക്കണ്ട, എവിടെ ചെന്നാലും അമ്മ ഞാൻ മൂണിന് പോകുമ്പോഴും അവിടെ ഇരിക്കണ്ട. ലൈക്ക് അതും ശരിയാണ്. there is a time where the child has to detach from you. അപ്പൊ വിഷമത്തോടെയും ഞാനത് സമ്മതിക്കും. ശരിക്കും ഞാൻ അവിടെ ഉണ്ടാവൂല. ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പം ചോദിക്കാം അമ്മ ലോകത്തിലുണ്ടാവില്ലേ? അമ്മ ലോകത്തിലുണ്ടാവും. wherever you go you can always come back to me. അപ്പോൾ പിന്നെ ആ സംസാരം വേറെ രീതിയിലോട്ട് മരണത്തെക്കുറിച്ചൊക്കെ എന്നോട് ചോദിക്കും, മരിച്ചു പോവോ? You can always make such conversations with your child and you don't know where they take you. അത് ഭയങ്കര രസമാട്ടോ. നമ്മൾ വിചാരിക്കുന്നത് you just travel with them with the story. You don't know where the story is going. പിന്നെ നമ്മൾ ഉറക്കം വരുമ്പോൾ നമ്മൾ ഇനി നമുക്ക് ഉറങ്ങിയിട്ട് ഇതിൻ്റെ ബാക്കി നാളെ